ഹായ് ഓൾ, വെൽക്കം ടു ഇൻഡസ് ടോക്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റം എന്ന് പറയുന്ന CPTയുടെ ചാപ്റ്ററിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡെസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഒരു പോർഷൻ. ആ ടോപ്പിക്ക് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. Destruction means the ablation of benign, pre-malignant or malignant tissues by any method, with or without curatement, including local anesthesia and not usually requiring closure. അതായത് നമുക്ക് ഇപ്പോൾ ഒരു പേഷ്യൻറ്റിൻ്റെ ബോഡിയിൽ ബിനൈനോ പ്രീമാലിഗ്നൻറ്റോ അല്ലെങ്കിൽ മാലിഗ്നൻറ്റോ നേച്ചറിലുള്ള ഒരു ലീഷൻ ഉണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രക്ട് ചെയ്യുന്നത് ഏത് രീതിയിൽ വേണമെങ്കിലും ഡിസ്ട്രക്ട് ചെയ്യാം. അതായത് ചിലപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാം, ചിലപ്പോൾ വല്ല കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്രയോ സർജറി ആയിരിക്കും. അങ്ങനെ ഏത് മെത്തേഡിൽ വേണമെങ്കിൽ അതിനെ നശിപ്പിച്ച് കളയാവുന്നതാണ്. അപ്പോൾ നമ്മൾ എക്സിഷൻ മുതലായ രീതികൾ അല്ലെങ്കിൽ ഡീബ്രൈഡ്മെൻറ്റ് മുതലായ രീതികളൊക്കെ ഓൾറെഡി ചാപ്റ്ററിൽ മുന്നേ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. നോർമലി നമ്മളെ ബോഡിയിൽ കണ്ടുവരാറുള്ള ലീഷൻസ് ആണ് കൊണ്ടൈലോമാറ്റ, പാപ്പിലോമാറ്റ, മൊളസ്കം കൊണ്ടാജിനോസം, ഹെർപ്പറ്റിക് ലീഷൻസ്, വാട്സ് തന്നെ പല രീതിയിലുള്ള വാട്സ് ഉണ്ട്, പിന്നെ മിലിയ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ബിനൈൻ ലീഷൻസോ എന്ത് വേണമെങ്കിലും ആകാം. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് 17000 മുതൽ തുടങ്ങുന്ന കോഡുകൾ ഡിസ്ട്രക്ഷൻ ഓഫ് ബിനൈൻ ഓർ പ്രീമാലിഗ്നൻ ലീഷൻസിൻ്റെതാണ്. അതിനുശേഷം 17260 മുതൽ തുടങ്ങുന്ന കോഡുകളാണ് ഡിസ്ട്രക്ഷൻ ഓഫ് മാലിഗ്നൻ ലീഷൻസ് എനി മെത്തേഡിൽ ഡിസ്ട്രക്ട് ചെയ്യുന്നതിൻ്റെ കോഡുകളാണ് അവിടെ തന്നിട്ടുള്ളത്. സോ നമുക്ക് അടുത്തതായിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം. സ്ക്രീനിൽ കാണുന്ന ക്വസ്റ്റ്യനിൽ 3 ബിനൈൻ ലീഷോൺസ് ഫേസിൽ നിന്ന് ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് പേഷ്യൻറ്റിൻ്റെ. അതുപോലെ 5 ആക്ടിനിക് കെരട്ടോസിസ് ലെഫ്റ്റ് ആമിൽ നിന്നും ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട്. ഇതിനുള്ള കോഡാണ് നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. സോ നമുക്കറിയാം ബിനൈൻ്റെ കേസിൽ നമുക്ക് ഇവിടെ 3 ബിനൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും 17110 എന്ന് പറയുന്ന കോഡിൽ ആ 3 ഇൻക്ലൂഡഡ് ആണ്, അത് പൊക്കോളും. ഓക്കെ, 15 വരെ ഉള്ളത് അത് എടുക്കാമെന്ന് പറയുന്നത് കൊണ്ട് അതിലത് പൊക്കോളും. അതേസമയം 5 ആക്ടിനിക് കെരട്ടോസിസ് അല്ലെങ്കിൽ സോളാർ കെരട്ടോസിസ് റിമൂവ് ചെയ്ത കേസിൽ നമുക്കറിയാം പ്രീമാലിഗ്നന്റിന്റെ കേസിൽ എങ്ങനെയാണ് കോഡ് കൊടുക്കേണ്ടത്. 17000 ഫോർ ദ ഫസ്റ്റ് ലീഷൻ ആൻഡ് ഈച്ച് അഡീഷണൽ, അതായത് ഇനി വരുന്ന ഓരോ അഡീഷണൽ 14 വരെ വരുന്ന ഓരോന്നിനെയും എക്സ്ട്രാ ആദ്യത്തെ ഒന്ന് കഴിഞ്ഞാൽ എക്സ്ട്രാ വരുന്ന ഓരോന്നിനെയും നമ്മൾ 17003 എന്ന് പറയുന്ന ആഡ് ഓൺ കോഡ് വെച്ചിട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് 17000, 17003 × 4 എന്ന് വന്നത്. സോ മൊത്തത്തിൽ നമ്മുടെ ആൻസർ അങ്ങനെ നോക്കുമ്പോൾ ബി ആണ് നമുക്ക് ഏറ്റവും മാച്ച് ആയിട്ട് കിട്ടുന്നത്. അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യനിൽ 2 മാലിഗ്നൻ ലീഷോൺസ് സ്കാൽപ്പിലുണ്ട്. 1.1 സെൻറ്റിമീറ്റർ ആണ് ഒന്ന് 2 സെൻറ്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ വേറൊരു മാലിഗ്നൻ ലീഷോൺ ആളുടെ നെക്കിലുണ്ട്, അത് 2.2 സെൻറ്റിമീറ്റർ വരുന്നതാണ്. ഇതെല്ലാം ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇതിനെ നമുക്ക് എങ്ങനെ റിപ്പോർട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഭാഗത്ത് കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നതാണ്, ഇപ്പോൾ ഈ സ്കാൽപ്പിൽ തന്നെയല്ലേ 2 പറഞ്ഞത്, അവിടെ ആഡിങ് എന്ന് പറയുന്ന നമ്മൾ ഓൾറെഡി റിപ്പയറിലൊക്കെ ആഡിങ്ങിന്റെ കാര്യം പറയുന്നുണ്ട്, ഗ്രാഫ്റ്റിന്റെ കേസിലൊക്കെ ആഡിങ് പറ്റി ഇവിടത്തേക്ക് വരുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ടാണ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കാം, ഒരിക്കലും ഇവിടെ സെയിം ലിസ്റ്റിങ്ങിൽ വരുന്നത് ആഡ് ചെയ്യാന്നൊരു ഗൈഡ് ലൈൻ ഇല്ല. സോ ഇവിടെ ഓരോ പറയുന്ന ലീഷോൺസിനെയും നമ്മൾ ഇൻഡിവിജ്വലി കൺസിഡർ ചെയ്യുക, ഓരോന്നിനെയും റിപ്പോർട്ട് ചെയ്യുക. അതിനർത്ഥം ഇവിടെ ഇപ്പോൾ ഈ സ്കാൽപ്പിൽ പറയുന്ന 1.1 സെൻറ്റിമീറ്ററിന് നമ്മൾ കോഡ് കൊടുക്കണം, സ്കാൽപ്പിൽ പറയുന്ന 2 സെൻറ്റിമീറ്ററിന് നമ്മൾ കോഡ് കൊടുക്കണം. അപ്പൊ തന്നെ 2 കോഡ് കിട്ടി അല്ലെ. അതിനുശേഷം നമുക്ക് നെക്കിൽ പറയുന്ന 2.2 സെൻറ്റിമീറ്ററിന് അനദർ കോഡും കൊടുക്കണം. അങ്ങനെ ഇവിടെ ആകെ നമുക്ക് 3 കോഡുകളാണ് ആൻസർ ആയിട്ട് കിട്ടുന്നത്. സോ ഇവിടെ 17273, 17272, 17272, അതായത് 17272 2 തവണ വരാൻ കാരണം എന്താണ്, സ്കാൽപ്പിലെ 1.1നും 2 സെൻറ്റിമീറ്ററിനും നമുക്ക് ഇൻഡിവിജ്വലി കോഡ് കൊടുത്തു, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. സോ ഇത്രയും കാര്യങ്ങളെ സത്യം പറഞ്ഞാൽ ഈ ഡെസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ശ്രദ്ധിക്കാനായിട്ടുള്ളൂ. മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡെസ്ട്രക്ഷൻ എന്ന് തന്നെയല്ലേ ക്വസ്റ്റ്യനിൽ എടുത്ത് പറഞ്ഞെന്നുള്ളത് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമാണ് ഈ ഏരിയയിൽ നിന്ന് നമുക്ക് കോഡ് കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഏത് മെത്തേഡിലാണ് നമ്മൾ ഡെസ്ട്രോയ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് അതിനൊന്നും പ്രത്യേകം കോഡുകളുടെ ആവശ്യം വരുന്നില്ല. മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് മാലിഗ്നന്റിന്റെ കേസിൽ ഈ പറയുന്ന എന്താണ് നമുക്കിപ്പോൾ എടുത്ത് പറയുകയാണ്. ഇപ്പോൾ സ്കാൽപ്പിൽ 2 നേരത്തെ ക്വസ്റ്റ്യനിലൊക്കെ പറഞ്ഞ പോലെ പറഞ്ഞാലും ഇൻഡിവിജ്വലി ഓരോന്നിനെയും കൺസിഡർ ചെയ്യണം എന്നർത്ഥം. മേജറായിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണെങ്കിലും, സപ്പോസ് വാസ്കുലർ പ്രൊലൈഫറേറ്റീവ് ലീഷോൺസിന്റെ എന്തെങ്കിലും ഡെസ്ട്രക്ഷൻ ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ടറൈസേഷൻസ് പ്രത്യേകമായിട്ട് എന്തെങ്കിലും ലീഷോൺസിൽ ചെയ്തു എന്നൊക്കെ എടുത്ത് പറയുന്ന എന്തെങ്കിലും ഗ്രാനുലേഷൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്ന കേസുകളിലും ഇവിടെ കോഡുകൾ അത് വളരെ ഡയറക്റ്റ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് നമുക്ക് എടുക്കാനായിട്ട് എളുപ്പമാണ്.
മറ്റ് കേസുകളിൽ ശ്രദ്ധിക്കേണ്ടത് പ്രീ മാലിഗ്നന്റ്, ബിനൈൻ ആൻഡ് മാലിഗ്നന്റിന്റെ കേസുകളിലാണ് കോഡുകൾ എടുത്തിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള അണ്ടറിൽ തന്നെ അതുപോലെ എത്ര ലീഷോൺസ് എന്നുള്ളത് കൗണ്ട് ചെയ്തിട്ട് തന്നെ കോഡുകൾ എടുക്കാനായിട്ട് നമ്മൾ ബിനൈനിന്റെ പ്രീ മാലിഗ്നന്റിന്റെ കേസിൽ എടുക്കുക. മാലിഗ്നന്റിന്റെ കേസിലാണ് അനാറ്റമിക്കൽ സൈറ്റിന് നമുക്ക് ഇമ്പോർട്ടൻസ് വരുന്നതും ഒപ്പം തന്നെ എത്ര സെന്റിമീറ്റർ ആണെന്നുള്ളതിന് ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇൻറ്റഗ്യുമെൻ്ററി സിസ്റ്റത്തിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കാണാറുള്ള ഒരു ഏരിയ ആണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഏരിയ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ കൺഫ്യൂസിങ് ആയിട്ട് തെറ്റുകൾ സംഭവിക്കാവുന്ന ഒരു ഏരിയ കൂടിയാണ്. സോ അത് നിങ്ങൾക്ക് ഇനി ചെയ്യുന്ന ഘട്ടങ്ങളിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സബ്സ്ക്രൈബ് അവർ ചാനൽ ഫോർ മോർ വീഡിയോസ്. താങ്ക് യു.